എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂരിൻ്റെ 2025 ഭാഗവതോത്സവം ഫെബ്രുവരി 16 തൊട്ട് 23 വരെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തെക്കേ നടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ആയതിൻ്റെ മുന്നോടിയായി 16-ാം തീയതി വൈകിട്ട് 3 മണിക്ക് അമ്മമാരുടെ ഘോഷയാത്ര, താലപ്പൊലി അടക്കം 1008 അമ്മമാരുടെ ഘോഷയാത്രയിൽ താലപ്പൊലി ഉണ്ടാവും. താലപ്പൊലിയിൽ നമ്മൾ അമ്മമാർക്ക് ധരിക്കാനുള്ള ബ്ലൗസിൻ്റെ തുണി കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ പൈതൃകം ഭാഗവതോത്സവം നമ്മുടെ ചീഫ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ AK ദിവാകരൻ സാറാണ്. അത് കണ്ടംകുളങ്ങര ശിവക്ഷേത്ര മാതൃസമിതി വേലൂര് അമ്പലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറൂരമ്മട അമ്പലത്തിൽ തൊട്ട് ബാക്കാണ്, തൊട്ട് പിന്നാലെയാണ് ഇവരുടെ ക്ഷേത്രം. അപ്പോൾ അവർ സതി രവീന്ദ്രൻ, ദീപ സജീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിവാരട്ട് അവർക്ക് ഈ തുണി കൈമാറുന്നു. അപ്പോൾ ഈ പൈതൃകം ഗുരുവായൂരിൻ്റെ ഈ ഒരു പരിപാടി വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഏറ്റെടുത്തേക്കാണ്. 10-20 പേർക്ക് ഇപ്പോൾ വരാൻ സാധിച്ചുള്ളൂ. എങ്കിലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂർ ഭാഗവതോത്സവം 2025 ഫെബ്രുവരി മാസം 16-ാം തീയതി തൊട്ട് 23-ാം തീയതി വരെ ഉള്ള ഭാഗവത സപ്താഹത്തിൻ്റെ മുന്നോടിയായി ഫെബ്രുവരി 16-ന് വൈകിട്ട് 3:30 മണിക്ക് നമ്മുടെ ഘോഷയാത്ര, താലപ്പൊലിയോട് കൂടിയിട്ടുള്ള ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിനുള്ള അമ്മമാർക്ക് ധരിക്കുവാനുള്ള ജാക്കറ്റിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നമ്മുടെ ഇത് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് ചെറുവത്താണി നാരായണീയം സമിതിയും അതിനുണ്ട് ചെറുവത്താണി ഭജന സമിതി ഒന്നിച്ച് അവരൊരു 53 പേരുടെ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ വന്നിരിക്കുന്നത് രമാബായി VK അമ്മയാണ്. അപ്പോൾ അവർക്ക് ഈ ബ്ലൗസ് പീസിൻ്റെ ഇത് മറ്റേ ഇവിടുന്ന് കൊടുക്കുന്നത് നമ്മുടെ താലപ്പൊലിയുടെ കൺവീനർ മിസ്റ്റർ ജയൻ മേനോനാണ്. അപ്പോൾ ഇവിടെ പൈതൃകത്തിൻ്റെ എല്ലാ മെമ്പർമാരും ഇവിടെ ഉണ്ട്. മോഹനകൃഷ്ണനുണ്ട്, നമ്മുടെ ഹരിയട്ടനുണ്ട്, നമ്മുടെ ആശാനുണ്ട്, അഡ്വക്കേറ്റ് രവി ചങ്കത്തുണ്ട്, ജയൻ മേനോനെ കൊടുക്കുന്ന നമ്മുടെ രവി വട്ടരങ്ങത്ത്. അപ്പോൾ ഞാൻ ശ്രീകുമാർ നായർ ഇത് കൈമാറും. എല്ലാവരും ഇത് ഒരു ഇതിന് താലപ്പൊലിക്ക് പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഭാഗവതോത്സവം 2025 ഭാഗമാവാൻ കഴിയുന്നതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഉദിത് ചൈതന്യ സ്വാമിയോടൊപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ചെറുവത്താനി നാരായണീയ സമിതി എന്നുള്ള അംഗങ്ങളും ഒപ്പം തന്നെ നമ്മളുടെ ഭജന സമിതിയിലെ അംഗങ്ങളും പങ്കെടുക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ. എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂർ ഭാഗവതോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 16 തൊട്ട് 23 വരെ നടക്കുന്ന ഭാഗവത സപ്താഹത്തിന് മുന്നോടിയായി ഫെബ്രുവരി 16 വൈകിട്ട് മഞ്ഞളാൽ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിലെ താലപ്പൊലി ഏന്തി സ്വാമിജിയെ ആനയിക്കുന്നതിനും, അതായത് മഞ്ഞളാൽ പരിസരത്തു നിന്നും കുളപ്രദക്ഷിണം വഴി യജ്ഞശാലയിലേക്ക് തെക്കേനടയിലെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി സ്വാമിജിയോട് കൂടി ഈ താലപ്പൊലി ആനയിക്കുന്നതിന് നമ്മുടെ പൈതൃകം ഓഫീസിൽ ഇപ്പോൾ കാവിലക്കാട് ക്ഷേത്ര മാതൃസമിതിയിലെ പ്രീതി TV ആണ് അത് സ്വീകരിക്കാൻ വന്നിരിക്കുന്നത്. അവർ ഒരു 25 പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അമ്മമാരെല്ലാവരും വന്ന ഈ ഒരു സതുദ്യമത്തെ ഭംഗിയായി നടത്തി തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പൈതൃകത്തിൻ്റെ മെമ്പർമാരെല്ലാവരും ഉണ്ട്. ജയൻ മേനോൻ, ഹരിയപ്പൻ, നമ്മുടെ മോഹനകൃഷ്ണൻ,
അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, നമ്മുടെ ആശാനാണ് ഇത്. അവർക്ക് നമ്മുടെ പ്രീതി ടി വി, അതായത് കലാക്ഷേത്ര ചെയർമാൻ മണലൂർ ഗോപിനാഥ് ആണ് ഇത് ശ്രീ പ്രീതി ടി വിക്ക് കൈമാറുന്നത്. അപ്പോൾ എല്ലാ അംഗങ്ങളും ഇതിൽ പങ്കുകൊള്ളുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. സന്തോഷമുണ്ട്. ടീച്ചർ മുഖാന്തരമാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ടീച്ചർ ഗീത ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്റ്റുഡൻ്റ് ആണ്. അപ്പം അങ്ങനെയാണ് കൂടുതൽ അറിവ് വന്നത്. സന്തോഷം. മണലൂർ മേഖലയിൽ നിന്നൊന്ന് പറഞ്ഞു. മണലൂർ മേഖല അത് ഏറ്റുവാങ്ങിയിട്ട് നന്ദി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂർ ഭാഗവതോത്സവത്തോടനുബന്ധിച്ച് ഭാഗവത സപ്താഹത്തിന് മുന്നോടിയായി ഫെബ്രുവരി 16 വൈകിട്ട് 3:30 മണിക്ക് മഞ്ഞളാൽ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിലെ താലപ്പൊലി പങ്കെടുക്കുന്നതിനുള്ള അമ്മമാരുടെ വസ്ത്രത്തിൻ്റെ ബ്ലൗസ് പീസാണ് ഇവിടെ നമ്മൾ ഇന്ന് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മണലൂർ, കാഞ്ഞാണി, അന്തിക്കാട് മേഖലയിലെ അമ്മമാർ അത് വളരെ അവർ ആഗ്രഹിച്ച് നമ്മളെ കൊണ്ട് രാത്രി അടക്കം ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ മണലൂരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മണലൂർ അത് ഭയങ്കര ഒരു ഭക്തിയോടുകൂടി ഇത് ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ പൈതൃകത്തിലെ ഇവിടുത്തെ ഓഡിറ്റർ കൂടിയായ നമ്മുടെ ഹരിദാസ് ഏട്ടൻ അത് മണലൂർ ആശാന് കൈമാറുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ഇതിട്ട് നമ്മുടെ ഭഗവാന്റെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയെ ഗംഭീരമാക്കി തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഒരു പരിധിവരെ ഭാഗവത സപ്താഹ യജ്ഞം അല്ലെങ്കിൽ ഭാഗവതോത്സവം അന്തിക്കാട്, മണലൂര്, കാഞ്ഞാണി മേഖലയിലെ ഒരു പ്രചാരണം കൂടിയാണ് ഈ ഒരു വസ്ത്രം എന്നുള്ളത് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാമിജിയുടെ 7 ദിവസം നടക്കുന്ന സപ്താഹ യജ്ഞത്തിൽ ഈ ഘോഷയാത്രയ്ക്ക് മാത്രമല്ല അവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വന്നിരിക്കുവാനും സപ്താഹം കേൾക്കുവാനും പഠിക്കുവാനും ആഗ്രഹിച്ചു വരുന്ന ഏകദേശം 50ഓളം 60ഓളം പേര് റെഡിയായിരിക്കുകയാണ്. അവർക്ക് ഇത്തരത്തിലൊരു അനുഭവം അവർക്ക് ആദ്യത്തെ ആയിരിക്കും ആ നാട്ടും പ്രദേശത്തുള്ളവർക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഭക്ത്യാദരയോടെയാണ് ഞാൻ സ്വീകരിച്ചത്. അതുപോലെ തന്നെ അവരോട് വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് പൈതൃകം അത് ഏറ്റെടുത്ത് തരുവാനായിട്ടുള്ള മനസ്സ് കാണിച്ചതിന് പ്രത്യേകം നന്ദി. ഇതിന്റെ കോർഡിനേറ്ററായ ശ്രീകുമാർജിയോടും അതുപോലെ തന്നെ ജയന്മേനോടും ഒക്കെ വളരെയധികം നന്ദി. അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. നമസ്കാരം. ൊക്കെ ഒന്ന് പേര് എഴുതി വെക്കാൻ ഞാൻ ആ സമയത്ത് ഒരു താലമായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. വരും. ചിലപ്പോ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ സഹായിക്കേണ്ടി വരും. എന്തായാലും കുറച്ച് നേരത്തെ വന്നിട്ട് അപ്പൊ സഹായിക്കാനും അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കുക എന്നുള്ളതൊരു പണിയുണ്ടാവും. വനിതകളെ ലൈനാക്കി നിർത്തുക. അല്ല കൊടുത്തതിന് ശേഷം ലൈനാക്കിയാൽ മതി. അതാവും സൗകര്യം. ഇല്ല നമ്മുടെ അവിടെ ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. ഒരാൾ മാത്രം മതിയാകും. 50 ആൾക്ക് ഒരു എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 16 തൊട്ട് 23 വരെ നടക്കുന്ന ഭാഗവതോത്സവം 2025 ഭാഗമായി 16-ന് ഒരു ഘോഷയാത്ര 1008 അമ്മമാരുടെ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് സൂറത്തിൽ നിന്ന് മാധവൻ നായർ സാറ് നമുക്ക് വേണ്ട ജാക്കറ്റ് ബ്ലൗസിൻ്റെ ഒരു കളർ പീക്കോ കളർ അയച്ചു തന്നിട്ടുണ്ട്. ആ ജാക്കറ്റ് പീസുകൾ കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അടൂർ ആത്മീയാമൃതം നാരായണീയ സമിതി, അടൂർ ആത്മീയാമൃതം നാരായണ സമിതിയുടെ വിനി അജയ് കുമാർ അവരാണ് അത് ഏറ്റുവാങ്ങുന്നത്. നൽകുന്നത് നമ്മുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ദിവാകരൻ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നമസ്കാരം. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 16 തൊട്ട് 23 വരെ ഭാഗവതോത്സവം 2025 ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സ്വാമി ഉദിച്ചൈതന്യജി നയിക്കുന്നതാണ്. ആയതിന്റെ ഭാഗമായി 16-ാം തീയതി മഞ്ഞളാൽ പരിസരത്തിൽ നിന്ന് 3 മണിക്ക് എല്ലാവരും ഒത്തുചേർന്ന്
1008 അമ്മമാരുടെ ഒരു പ്രൊസഷൻ ഘോഷയാത്ര തീരുമാനിക്കപ്പെട്ടു. വിവിധ കലാരൂപങ്ങളടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ട് കൃഷ്ണനും രാധയും കുചേലനും അതുപോലെ തന്നെ പൂരമയും അടക്കം ഒരുപാട് രൂപങ്ങളടക്കം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിപാടിക്കുള്ള അമ്മമാർക്കുള്ള ബ്ലൗസുകൾ വിവിധ മാതൃസമിതികൾക്ക് കൈമാറുന്ന ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂമ്പുഴ വിഷ്ണു ഭഗവതി ക്ഷേത്ര പാരായണ സമിതി കേച്ചേരി അവര് മിനി രവീന്ദ്രനാണ്, മീനയാണ് അത് ഏറ്റുവാങ്ങുന്നത്. കൊടുക്കുന്നത് പൽപ്പിനേച്ചി, നമ്മുടെ ആരാധ്യയായ പൽപ്പിനേച്ചി അത് കൊടുക്കുക. ഏറ്റുവാങ്ങുന്നത് മീനാമയേഷി. ഒന്ന് അടുത്ത് അങ്ങനെ ഒന്നുള്ളൂ, അങ്ങനെ അവര് 3 മണിയാകുമ്പോഴേക്കും എല്ലാവരും എത്തേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി 16 തൊട്ട് 23 വരെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സ്വാമി ഉദിച്ചൈതന്യജി നയിക്കുന്ന ഭാഗവതോത്സവം 2025 പൈതൃകം ഗുരുവായൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കലവറ നടക്കല്, അതിന് ആരാധ്യനായ മണിസ്വാമി എത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട വളരെ ശാന്തനായ സൗമ്യനായ മണിസ്വാമി, മറ്റുള്ളവർക്കൊക്കെ മാതൃകയായിട്ടുള്ള മണിസ്വാമി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഘോഷയാത്ര 16-ാം തീയതി നടക്കുന്ന ഘോഷയാത്രയിലെ പങ്കെടുക്കുന്ന അമ്മമാർക്കുള്ള ജാക്കറ്റ് പീസ് നൽകുന്ന ചടങ്ങ് ഇവിടെ നടക്കപ്പെടുകയാണ്. ഉത്രാളിക്കാവ് മാതൃസമിതി, നമ്മുടെ മോഹിനിയേച്ചി ഇവിടെ എത്തിയിട്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമ്മൾ എന്നും പലപ്പോഴും കാണുന്ന മോഹിനിയേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് ബ്ലൗസ് പീസുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം മാതൃസമിതി കുണ്ടന്നൂര് പരിയാരം അവർക്ക് ഇതിനായിട്ട് ഓമനമ്മ എത്തിയിട്ടുണ്ട്. അതുപോലെ അതുപോലെ എന്താ പേര്, ആയിക്കോട്ടെ. കോതമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം മാതൃസമിതിയിലെ ഗീതാനാണ് അവരെത്തിയിട്ട് 3 പേരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇത് നൽകുന്നതിനായിട്ട് ആരാധനായ ഭാഗവതാചാര്യ മണിസ്വാമിയെ സ്നേഹത്തോട് ഉത്രാളിക്കാവ് മാതൃസമിതി 13 ഒരു സൈഡിൽ അവിടെ ഒന്നിങ്ങോട്ട് നോക്കി ഇനി. ശരി. ശ്രീകൃഷ്ണ 9 കോതമുക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രം മാസം. അപ്പൊ എല്ലാവരും മഞ്ഞളായ പരിസരത്ത് 3 മണിക്ക് എത്തുക. അവിടുന്ന് ഘോഷയാത്രയായിട്ട് താലം ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗുരുവായൂരപ്പന്റെ പടം ഉണ്ടാവും. അത് നമ്മളവിടെ വെക്കണം എന്നാ കരുതിയത്. പക്ഷെ ഈ 1000-ഓളം എണ്ണമുള്ളതുകൊണ്ട് അന്ന് തന്നെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ പിന്നെ 7-ാം ദിവസം നിങ്ങൾക്ക്